നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് നല്ല മത്സരമായിരിക്കും. ഒരുപാട് ആൾക്കാർ നോർവേ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നോർവേയുടെ ആദ്യത്തെ വേൾഡ് കപ്പാണ്. അങ്ങനത്തെ ടീം കയറി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷവുമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇംഗ്ലണ്ട് ജയിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഇംഗ്ലണ്ട് ഫാൻസ്, പിന്നെ ബാക്കിയുള്ളത് അർജൻറ്റീനനെ തോൽപ്പിക്കാൻ ഇംഗ്ലണ്ട് വേണമെന്ന് കരുതി നിൽക്കണം കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഇംഗ്ലണ്ട് ജയിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ എൻ്റെ സപ്പോർട്ട് നോർവേയുടെ കൂടെയാണ്, നോർവേക്കാണ്. നോർവേ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നോർവേ ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വലിയ ടീം ഇംഗ്ലണ്ട് ആട്ടോ, സമ്മതിക്കുന്നു, വലിയ ടീം ഇംഗ്ലണ്ടാണ്. പക്ഷേ നോർവേക്ക് ഏത് വലിയ ടീമിനെയും പിടിച്ചു കെട്ടാനുള്ള കെൽപ്പുണ്ട് എന്ന് അവർ പ്രീ ക്വാർട്ടറിൽ കാണിച്ചു തന്നതാണ്. വമ്പന്മാരെന്ന് പറഞ്ഞ് വന്ന ബ്രസീലിൻ്റെ ഒരു അമ്പത്തരവും നോർവേയുടെ അടുത്ത് ചിലവായിട്ടില്ല. നമ്മൾ ആ മത്സരം കണ്ടതാണല്ലോ. ഫുൾ ആധിപത്യം, ഫുൾ കൺട്രോൾ നോർവേയുടെ കയ്യിലായിരുന്നു. ഗോളുകൾ അടിച്ചതും ഞെട്ടിച്ചതും ഒക്കെ നോർവേ തന്നെയാണ്. പിന്നെ അവർ മുമ്പിൽ നിർത്തുന്നത് ഹാലണ്ടിനെയാണ്. ശ്വാസം വിടാൻ ഒരു ഗ്യാപ്പ് കൊടുത്താൽ മൂപ്പര് കയറി ഗോളടിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കളി ഭയങ്കര പേടിപ്പിക്കാനുള്ള ഒന്നല്ല, ആടി വിലയുന്ന ഒരു കളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് ഹാലണ്ടിൻ്റെ അടുത്തേക്ക് എത്തും. ആ ഗ്യാപ്പിൽ കയറിയിട്ട് ഹാലണ്ട് പണി കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇംഗ്ലണ്ട് കളി എന്തായാലും മോശമാക്കില്ല, ഇംഗ്ലണ്ട് മാക്സിമം പൊരുതി നോക്കും. പക്ഷെ അവസാനം ഇംഗ്ലണ്ട് വീഴും, നോർവേ തീരും. പിന്നെ നോർവേ ബ്രസീലിനെ ഒന്നുമല്ലാതെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ നോർവേക്ക് അർജൻറ്റീനയും പൂട്ടാനൊക്കെ പറ്റും. നിങ്ങൾ അതുകൊണ്ട് അർജൻറ്റീന ഹേറ്റേഴ്സ് എന്താ പറയുക, ഇംഗ്ലണ്ടിനെ മാത്രം അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നോർവേ പോലുള്ള ടീം കയറി വരട്ടെ, അപ്പോഴല്ലേ കളിക്കൊരു ത്രില്ല്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ വരുന്നത് നോർവേ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കും. നോർവേ ഒരു 2 ഗോൾ, ഇംഗ്ലണ്ട് ചിലപ്പോൾ ഗോളുകളൊന്നും അടിക്കില്ല, ചിലപ്പോൾ ഒരു ഗോൾ. ഓക്കെ, 2-1 വരുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ. നോർവേ വരണം, ആദ്യ വേൾഡ് കപ്പ് അല്ലേ, ചെക്കൻ ഞെട്ടിക്കട്ടെ ആളുണ്ട് എന്ത്